1 യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് സംഭവം. അവിടെ മൂന്ന് ഫാക്കൽറ്റി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കണ്ണുകൊണ്ട് കണ്ടത്, ആദ്യം മുതൽ ഉണ്ടായതും, ഞങ്ങൾ കേട്ടതും, കണ്ണുകൊണ്ട് കണ്ടതും, കൈകൊണ്ട് സ്പർശിച്ചതും. ആരെക്കുറിച്ചാണ് ഇവർ പറയണത്? യോഹന്നാനെ പറയണത് ഈശോനെ കുറിച്ച് പറയണതാ. ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അപ്പോൾ ഈശോൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഈ ആദ്യം മുതലുണ്ടായിരുന്ന വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ കൂടെ വസിച്ച കാലത്ത് ആ ദൈവത്തിന് നെഞ്ചത്ത് കിടന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, കണ്ടതല്ല സൂക്ഷിച്ച് വീക്ഷിച്ചത് കൂടിയാണ്, കൈകൊണ്ട് സ്പർശിച്ചതാണ്. അപ്പോൾ ഈ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം എക്കാലവും ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം വശംവദമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് വശംവദമാണ്. ആ യേശുക്രിസ്തു തന്നെയാണ് ചരിത്രത്തിലൂടെ നമ്മുടെ കൂടെ സമാന്തരമായിട്ട് നീളുന്നത്. അതിപ്പോൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഉണ്ടായിരുന്ന യേശു അനുഭവം തന്നെയാണ് ചരിത്രത്തിലൂടെ നമുക്ക് ചരിത്രത്തിന് സമാന്തരമായിട്ട് നമ്മുടെ കൂടെ അങ്ങ് ജീവിച്ചു പോണത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എക്കാലത്തും, അതുകൊണ്ട് യേശുക്രിസ്തു ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കൈയടിച്ച ശ്രദ്ധിക്കട്ടെ. അപ്പൊ അതായത് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിൽ നിന്ന് കാര്യത്തിലൂടെ അങ്ങ് ഭാവിയിലേക്ക് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. അപ്പം ജീവൻ്റെ വചനം എങ്ങനെയാണ്? ജീവൻ്റെ വചനം യോഹന്നാനെ വെച്ച് നിൽക്കുന്നില്ല. ജീവൻ്റെ വചനം യേശുക്രിസ്തു ഇന്നലെയും പറഞ്ഞേ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും അടുത്ത വചനം എന്താണ്? എന്നും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നും ഇന്നും എന്നും ഇന്നലെയും ഇന്നും എന്നും യേശുവിനെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലാണ് ദൈവം രക്ഷാകരമായ സംഭവങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്.